സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച വില്ലൻ നടന്മാരെക്കുറിച്ച്. അത് നമുക്ക് കോട്ടയം ചെല്ലപ്പൻ മുതൽ തുടങ്ങാം. മലയാള സിനിമയിൽ ആദ്യകാലത്തെ ഒരു കൊടും വില്ലനായിരുന്നു കോട്ടയം ചെല്ലപ്പൻ. ഉണ്ണിയാർച്ചയിലെ ചന്തു, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ കോട്ടയം ചെല്ലപ്പൻ വില്ലനാണ്. ഒരു തൊപ്പിയിലിട്ട് ചില സമയം വരും കൊള്ളക്കാരനായിട്ട്. പിന്നെ ഏറ്റവും പേരെടുക്കുന്ന നടനാണ് മലയാള സിനിമയിൽ ഏറ്റവും പേരെടുക്കുന്ന വില്ലനാണ് KP ഉമ്മർ. അന്ന് നസീർ ഉമ്മർ അടൂർവാസി എന്ന് പറഞ്ഞ പടം വിജയിച്ച്. നോട്ടീസിൽ പ്രേം നസീർ KP ഉമ്മർ അടൂർവാസി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവും. അതായത് KP ഉമ്മർ ആയിരിക്കും നസീർ സാറിൻ്റെ വില്ലനായിട്ട്. KP ഉമ്മർ ഒരു പ്രത്യേക ശൈലി തമാശ വരുന്ന വില്ലനും കൂടിയാണ്. പിന്നെ KP ഉമ്മറിന് ശേഷം പിന്നെ പേരെടുക്കുന്ന ഒരു വില്ലനാണ് ജോസ് പ്രകാശ്. ജോസ് പ്രകാശ് പിന്നെ ഒരു ആൻസം വില്ലൻ എന്ന് പറഞ്ഞാൽ കാലത്ത് അറിയപ്പെടുന്നത്. കുറച്ച് ഇംഗ്ലീഷും എല്ലാം സംസാരിക്കുന്നതിനിടയിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ ജോസ് പ്രകാശ് ഭയങ്കര കൊട്ടി ഘോഷിക്കുന്ന ഇംഗ്ലീഷ് വരുന്ന വില്ലനായിട്ട് കൊട്ടി ഘോഷിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എന്നെല്ലാം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ കഷ്ണം ഇംഗ്ലീഷ്. അതിനെയാണ് ജോസ് പ്രകാശിൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷാണ്. അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ചെറിയ ഇംഗ്ലീഷ് പറയുമ്പോൾ തന്നെ വലിയ ഇംഗ്ലീഷ് എന്ന് പറയും. വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളെന്നെല്ലാം പറയുന്നത് ബൈ ദ ബൈ, മിസ്റ്റർ പെരേര, ഹലോ മിസ്റ്റർ പെരേര, അതന്നെ ഇംഗ്ലീഷ്. കമോൺ, അതിനും പറയുന്നത് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ പറയുമ്പോൾ ജോസ് പ്രകാശ് ഇംഗ്ലീഷ് പറയുന്ന വില്ലനായി. പക്ഷേ നല്ലൊരു വില്ലനാണ് ജോസ് പ്രകാശ്. ഇംഗ്ലീഷിൻ്റെ കാര്യം പോയിട്ട് മൊത്തത്തിൽ നല്ലൊരു അഭിനയമുള്ള പിന്നെ ഈ ഒരു ഹിന്ദി സിനിമയിൽ പ്രാണെല്ലാം അഭിനയിക്കുന്ന പോലത്തെ ഒരു വില്ലനാണ്, ഹാൻസം വില്ലൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് GK പിള്ള. അന്നത്തെ കാലത്ത് GK പിള്ള നല്ല പിന്നെ ഗൗരവമുള്ള സൗണ്ടും കടിച്ചാൽ പൊട്ടാത്ത സൗണ്ട്, അങ്ങനെ ഒരു അളന്ന് മുറിച്ച് പറഞ്ഞ് പിന്നെ സംഭാഷണമായിരിക്കും. പിന്നെ കൊള്ള സംഘത്തിൽ കുറേ കൊള്ളക്കാരുണ്ടെങ്കിൽ ഏറ്റവും തലവൻ GK പിള്ളയായിരിക്കും, ബോസ്. GK പിള്ള കഴിഞ്ഞ് പിന്നെ ഗോവിന്ദൻകുട്ടിയാണ് പിന്നെ ഒരു വില്ലൻ. ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചട്ടമ്പിയായിട്ടാണ്. കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള വില്ലനല്ല, ഒരു ലുങ്കിയും ജുബയും കത്തിയെല്ലാം പിടിച്ചിട്ട് ചട്ടമ്പി. അത് ഗോവിന്ദൻകുട്ടീൻ്റെ നല്ല വില്ലനാണ് ഗോവിന്ദൻകുട്ടി. പിന്നെ പറവൂർ ഭരതന് വില്ലനാണ്. കുറേ പടത്തിലുണ്ട്. പിന്നീട് തമാശക്കാരനായി മാറി, കോമഡി നടനായി മാറി. ആദ്യകാലത്ത് വില്ലനാണ് പഞ്ചവടി, പിന്നെ കണ്ണൂർ ഡീലക്സ്, അങ്ങനെ കുറേ പടത്തിൽ വില്ലനാണ്. കറുത്ത കൈ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു വില്ലനാണ് അതിന് ശേഷം വരുന്നത് ബാലൻ K നായർ. ബാലൻ K നായറും ഈ കോട്ടും സൂട്ടും ഇട്ടിട്ട് അഭിനയിക്കുന്നതിനെക്കാട്ടും ബാലൻ K നായർക്ക് അങ്ങാടി പോലുള്ള പടത്തിൽ ലുങ്കിയും പിന്നെ ഒരു ടീഷർട്ടും അല്ലെങ്കിൽ ഒരു തലയെക്കെട്ടും ഇതിനെ കാട്ടി റൗഡിയായിട്ട് ബാലൻ K നായർ നല്ലോണം ശോഭിക്കും. അല്ലാതെ ജോസ് പ്രകാശും KP ഉമ്മറിനെ പോലെ കോട്ടും സൂട്ടും ഇട്ടിട്ട് അഭിനയിക്കാൻ പറ്റില്ല. അഭിനയിക്കലുണ്ട് അങ്ങനെ, പക്ഷേ അത് ചേരുമില്ല. പിന്നെ ബാലൻ K നായർക്ക് ശേഷം വരുന്ന ഒരു വില്ലൻ നടനാണ് സോമേട്ടൻ. ആദ്യകാലത്ത് വില്ലനായിട്ട് കുറേ പടത്തിൽ അഭിനയിച്ചു. നസീർ സാറിൻ്റെ കുറേ പടത്തിൽ രാജഹംസം, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, സൂര്യവംശം, ടൂറിസ്റ്റ് ബംഗ്ലാവ്, അങ്ങനെ ഒരുപാട് പടത്തിൽ വില്ലനാണ്. പിന്നീട് നായകനെ. അന്നത്തെ നല്ലൊരു വില്ലനായിരുന്നു സോമേട്ടൻ. പിന്നെ ജയൻ ചേട്ടൻ പിന്നെ വില്ലനായിട്ട് വന്ന ശേഷം KP ഉമ്മറിനെ പോലെ തന്നെ കുറേ പടങ്ങൾ കിട്ടി. KP ഉമ്മറിന് നിശ്ചയിച്ച റോളെല്ലാം ചിലതെല്ലാം KP ഉമ്മറിൻ്റെ തിരക്ക് പ്രകാരം ജയൻ ചേട്ടനെ കൊടുക്കും. അങ്ങനെ KP ഉമ്മറിനെ പോലെ ജയൻ ചേട്ടനും വില്ലനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഉമ്മറിനെ പോലെ തമാശയും പറയും. ജയൻ ചേട്ടൻ വില്ലനായി കഴിഞ്ഞാൽ തമാശ പറയും. അങ്ങനെയുള്ള കുറേ സീനുകളുണ്ട്. വില്ലനാണെങ്കിലും ഇടയ്ക്ക് തമാശയൊക്കെ പറയുന്നു. അങ്ങനെ കുറേ പടത്തിൽ ജയൻ ചേട്ടൻ വില്ലനായി. പിന്നീട് നായകനായിട്ട് മാറി സോമേട്ടനെ പോലെ. പിന്നെ ജനാർദ്ദന് നായകനാകാൻ പറ്റിയിട്ടില്ല. കുറേ പടത്തിൽ വില്ലനയച്ച് ഇവരെ കൂടെ തന്നെ വന്നതാണ്. സോമൻ ജയൻ്റെ കൂടെ വന്നതാണ്. പക്ഷെ ജനാർദ്ദന്
പുരോഗതിയില്ല. വില്ലനാകി വില്ലൻ തന്നെ. പിന്നീട് കോമഡി നടനായിട്ട് മാറി. ജനാർദ്ദനും ചട്ടമ്പിയായിട്ട് തന്നെയാണ് ശോഭിക്കുക. അപ്പോൾ ജനാർദ്ദൻ നല്ല ഒരു ഭയങ്കര വില്ലനായിരുന്നു. ജനാർദ്ദനത്തിന് ശേഷം വന്ന പിന്നെ കൊച്ചിൻ ഹനീഫയും പിന്നെ വില്ലനായിട്ട് വന്നിട്ട് പിന്നെ ജനാർദ്ദനെ പോലെ കോമഡി നടനായിട്ട് മാറി. നായകനാകാൻ പറ്റിയില്ല. ജനാർദ്ദനും കൊച്ചിൻ ഹനീഫക്കും നായകനാകാനുള്ള യോഗ്യതയില്ല. വില്ലൻ തന്നെ. പിന്നെ കോമഡി നടൻ. പിന്നെ ഇവർക്ക് ശേഷം വരുന്ന വേറെ നടനാണെന്ന് സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു നടൻ വന്ന് കുറച്ച് സിനിമകളിൽ. ഇന്നത്തെ ആൾക്കാർക്കും സ്റ്റാലിനെ അറിയില്ല അധികം. ഈ പറഞ്ഞ നടന്മാരെല്ലാം അറിയാം. പക്ഷേ സ്റ്റാൻലി ആരാന്ന് ഇന്നത്തെ തലമുറക്ക് അധികം അറിയില്ല. സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ വന്നത് ആദ്യമായിട്ട് നസീർ സാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയായ മോഹവും മുക്തിയിലാണ് വരുന്നത്. പിന്നീട് നസീർ സാറിൻ്റെ വെള്ളയാണിപ്പരം, തിക്കരപ്പക്കി, ശത്രു സംഹാരം, അങ്ങനെ കുറേ പടത്തിൽ സ്റ്റാൻലി വില്ലനായി. പക്ഷേ ഇന്നത്തെ ആൾക്കാർക്ക് സ്റ്റാലിനെ അങ്ങനെ അറിയില്ല. സ്റ്റാൻലി വില്ലനാണ്. പിന്നെ വരുന്നത് ലാലു അലക്സ്. ഈ ഗാനം മറക്കുമോ എന്നുള്ള സിനിമയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖ വില്ലൻ എന്ന് പറഞ്ഞിട്ട് അന്ന് അനൗൺസ് ചെയ്തില്ല ലാലു അലക്സ്. പിന്നീട് ലാലു അലക്സ് ഒരുപാട് പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചു. നായകനാകാൻ പറ്റിയില്ല. 1-2 പടത്തിൽ നായകനതിന് അത്ര പിന്നെ ക്ലിക്കായിട്ടില്ല. പിന്നെ ടി.ജി. രവി വന്നു. ടി.ജി. രവി ഒരു ക്രൂരനായ വില്ലനായിട്ട് വന്നു. അതായത് ചാകരയെല്ലാം ആദ്യം അതിന് മുമ്പ് ചുവന്ന ചോരയിൽ അഭിനയിച്ചെന്ന് തോന്നുന്നു. പിന്നെ വരുന്നതാണ് ചാകര. പിന്നെ സ്ഥിരം വില്ലനായി. ബാലങ്കേനാർക്ക് പോലും അടിയായി. ടി.ജി. രവി വന്ന ശേഷം ബാലങ്കേനാർക്ക് കുറച്ച് അടിയായി. ടി.ജി. രവിയും ചട്ടമ്പിയായിട്ടേ പറ്റും. കോട്ട് സൂട്ടിട്ടൊന്നും ടി.ജി. രവിക്ക് ചേരുമില്ല. ടി.ജി. രവിക്ക് മുണ്ടെല്ലാം മടക്കി കുത്തി തലയിൽ കെട്ടെല്ലാം കെട്ടി കത്തിയെല്ലാം പിടിച്ച് അങ്ങനെയുള്ള വില്ലൻ. പിന്നെ സി.ഐ. പോൾ നസീർ സാറിൻ്റെ കരിവറിൻ്റെ ജീവിതങ്ങളിലാണ് വില്ലനായിട്ട് വരുന്നത്. അതിനു മുമ്പ് സി.ഐ. പോൾ 1-2 പടത്തിൽ അഭിനയിച്ചിരുന്നു. സി.ഐ. പോൾ അറിയപ്പെടുന്നത് കരിവറിൻ്റെ ജീവിതങ്ങൾ മുതലാണ്. പിന്നെ സാം എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്. അതിന് വെല്ലുവിളിയിലെല്ലാം സോമേട്ടൻ്റെ വെല്ലുവിളിയിൽ ജനാർദ്ദൻ്റെ അസിസ്റ്റൻ്റായിട്ട്, പിന്നെ നസീർ സാറിൻ്റെ പിച്ചാത്തിക്കുട്ടമ്പയിൽ ഒരു മാർക്കറ്റിൽ ഒരു റൗഡിയായിട്ട് സാം എന്നാണ് അയാളെ പേര്. മീശയെല്ലാം വിരിച്ചിട്ട് ഞാൻ പറയുന്നു എന്നെല്ലാം മറ്റൊരു വല്ലാത്തൊരു ഇതാണ്. പിന്നെ ബോഡിയെല്ലാം ആക്കിയിട്ട് ഒരു സൗണ്ട്, ഒരു വല്ലാത്ത സൗണ്ടാണ്. പിന്നെ മഞ്ചേരി ചന്ദ്രൻ കുറേ പടത്തിൽ വില്ലൻ്റെ കയ്യാളെ മെയിൻ വില്ലനായിട്ട് കുറവാണ്. മെയിൻ വില്ലനായിട്ട് ഏത് പടത്തിലിട്ടെന്ന് അറിയില്ല. അങ്ങനെ മെയിൻ വില്ലനായിട്ടുണ്ടായില്ല. അധികം സഹവില്ലനായിട്ട്, വില്ലൻ്റെ അസിസ്റ്റൻ്റായിട്ട്. പക്ഷേ മഞ്ചേരി ചന്ദ്രൻ സ്ക്രീനിൽ വരുമ്പോൾ ആൾക്ക് അറിയാം ഇത് വില്ലനാണ്. പിന്നെ ജോണി നട്ടുച്ചക്കിരുട്ട് എന്നുള്ള പടത്തിലാണ് വന്നത് ആദ്യമായിട്ട്. പിന്നെ ജോണി കുറേ പടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. ജോണിക്കും നായകനാകാൻ പറ്റിയില്ല. പിന്നെ വരുന്ന മോഹൻലാലാണ് വില്ലനായിട്ട്. മോഹൻലാൽ കുറേ പടത്തിൽ വില്ലന്മാരുടെ ശൈലി തന്നെ മാറ്റി. മോഹൻലാലിനെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് പേടിയാണ് സിനിമയിൽ കാണുന്നത്. പിന്നെ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വില്ലനായിരുന്നു മോഹൻലാൽ. കാരണം അങ്ങനെ ഒരു ക്രൂരമായ മുഖമായിട്ടല്ല, എന്നാലും മോഹൻലാലിനെ ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു കൊടും വില്ലനാന്ന് തരും. സിനിമയിൽ കാണുമ്പോൾ തന്നെ, പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയും ഇതൊരു കൊടും വില്ലനാണ്. അങ്ങനെ കുറേ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചു. പിന്നെ മോഹൻലാൽ നായകനായിട്ട് മാറി. സോമേട്ടനെയും ജയൻചേട്ടനെയും പോലെ മോഹൻലാൽ നായകനായിട്ട് മാറി. ബാക്കിയുള്ളവർക്കൊന്നും ഈ പറഞ്ഞ വില്ലന്മാരിൽ ആർക്കും നായകനാകാൻ പറ്റിയിട്ടില്ല. ഈ നായകനാകാൻ പറ്റിയ കെ.പി. ഉമർ കുറച്ച് പടത്തിൽ നായകനായിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്ഥിരം നായകനായിട്ട് വന്നത് സോമേട്ടനും ജയൻചേട്ടനും മോഹൻലാലുമാണ്. ഇതൊക്കെയാണ് പിന്നെ മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട വില്ലന്മാർ. മോഹൻലാലോട് കൂടിയിട്ട് ശരിയായ വില്ലൻ പിന്നെ അതോടെ തീർന്നത്. ശരിയായ ഒരു ക്രൂരമായ വില്ലനായിട്ട് അഭിനയിക്കുന്ന നടന്മാർ തീർന്നു. അതിനുശേഷം വേറെ പിന്നെ ഒരു ക്രൂരമായ വില്ലൻ വന്നിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ, മലയാള സിനിമയിൽ കോട്ടയം ചെല്ലപ്പം മുതൽ മോഹൻലാൽ വരെ ഉള്ളൂ നല്ല വില്ലന്മാർ. നല്ല വില്ലൻ ഉദ്ദേശിക്കുന്നത് നല്ല വില്ലൻ എന്നല്ല, അപ്പോൾ ഈ കൊടും ക്രൂരനായിട്ട് അഭിനയിക്കുന്ന വില്ലൻ എന്നർത്ഥം. അല്ലാണ്ട് നല്ല വില്ലൻ എന്ന് വെച്ചാൽ നല്ല സാധു വില്ലൻ എന്നുള്ള അർത്ഥമല്ല. അതായത് വില്ലൻ്റെ ആൾക്കാർക്ക് പേടിപ്പെടുത്തുന്ന ഒരു വില്ലന്മാർ അങ്ങനെ ഉള്ളത് കോട്ടയം ചെല്ലപ്പം മുതൽ മോഹൻലാൽ വരെയുള്ളൂ. മോഹൻലാലിന് ശേഷം പിന്നെ വില്ലന്മാർ വന്നിട്ടില്ല. വില്ലന്മാർ എത്ര സിനിമയിലുണ്ട്, അങ്ങനെ പേരെടുക്കുന്ന വില്ലൻ ഉണ്ടായിട്ടില്ല. അതായത് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത വില്ലൻ പിന്നെ മോഹൻലാലിന് ശേഷം ഇല്ല. ആരെല്ലോ വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ രാജു ഉണ്ടായിരുന്നു, ഭീമരഘു ഉണ്ടായിരുന്നു. അതൊന്നും ഇതുപോലെ ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. അതായത് നമുക്ക് കോട്ടയം ചെല്ലപ്പം മുതൽ മോഹൻലാൽ വരെയുള്ള വില്ലനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ള വില്ലൻ മാറുന്ന എല്ലാം കണക്കാൻ. ഓക്കെ.